കേരളത്തിലെയും കോഴിക്കോടെയും ഇടത് ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ്. കോഴിക്കോട് ഇത്തവണ NDAയുടെ വലിയ തരംഗമുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ NDA പിടിച്ചടക്കുമെന്നും നവ്യ ഹരിദാസ് പ്രതികരിച്ചു. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയും അതുപോലെ BJP കാരപ്പറമ്പിലെ സ്ഥാനാർത്ഥിയുമായ നവ്യ ഹരിദാസ് ആണ് നമുക്കൊപ്പമുള്ളത്. വോട്ട് രേഖപ്പെടുത്തി ഏത് രീതിയിലാണ്, എങ്ങനെ തോന്നുന്നു ഈ നിമിഷം? വോട്ട് രേഖപ്പെടുത്തി വിഭജനത്തിന് ശേഷം എൻ്റെ വോട്ടടക്കം വരുന്നത് അടുത്ത വാർഡിലേക്ക് മാറിയിട്ടുണ്ട്. 69-ാം വാർഡ്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി N ശിവപ്രസാദാണ്. അദ്ദേഹത്തിനാണ് എൻ്റെ വോട്ട് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ കാരപ്പറമ്പ് വാർഡിലും കാരപ്പറമ്പ് സ്കൂളിലും BM സ്കൂളിലും ആയിട്ടാണ് ഞങ്ങളുടെ ബൂത്തുകൾ ഉള്ളത്. ശരി, ഭരണവിരുദ്ധ വികാരം ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടെയുള്ള രണ്ട് കൂട്ടരുടെയും LDF ആണെങ്കിലും UDF ആണെങ്കിലും ശരി, രണ്ട് കൂട്ടരുടെയും ഇന്ന് പൊതുജനങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് അത് തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യും. മാത്രമല്ല, വികസനം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് കോഴിക്കോട് കോർപ്പറേഷനിലും സമഗ്രമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ള ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്കും നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം 15%-ലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും അതും ഉയരാനുള്ള സാധ്യതയാണോ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും വോട്ട് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും രാവിലെ 7 മണി മുതൽ നല്ല തിരക്കാണ് പോളിംഗ് സ്റ്റേഷനിൽ അനുഭവപ്പെടുന്നത്. ഉച്ചയോടുകൂടെ ഏകദേശം ഒരു 60%-ഓളം പോളിംഗ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 80%-ന്റെ അടുത്ത് വരെ പോളിംഗ് ഇത്തവണ നടക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ. അതുതന്നെയാണ് കൃത്യമായി തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം പറഞ്ഞുകൊണ്ട് അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയുണ്ട് എന്നാണ് നവ്യ ഹരിദാസ് പറയുന്നത്. ക്യാമറമാൻ പ്രശോഭിനൊപ്പം അനഘ ഹർഷൻ, ജനം.